ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ നെക്സ്റ്റ് വീഡിയോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എഡ്യൂക്കേഷണൽ ഫിലോസഫീസ് ഓഫ് സ്വാമി വിവേകാനന്ദൻ. നമുക്കറിയാം, അദ്ദേഹം ഒരു ആത്മീയ നേതാവാണ്, അതുപോലെ ഒരു ഫിലോസഫറാണ്, അതുപോലെ എഡ്യൂക്കേഷന് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മെയിൻ അദ്ദേഹം എഡ്യൂക്കേഷന് കൊടുത്തിരുന്ന ഡെഫിനിഷൻ തന്നെ എനി മാനിഫെസ്റ്റേഷൻ ഇൻ ഹ്യൂമൻ പെർഫെക്ഷൻ മൈൻഡ്, ബോഡി ആൻഡ് സ്പിരിറ്റ് എന്നാണ്. അതായത് ഹോളിസ്റ്റിക് ഡെവലപ്മെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ്. മഹാത്മാഗാന്ധിജി പറഞ്ഞതുപോലെ, ഗാന്ധിജിയുടെ സെഷൻ ഇനി വരുന്നുണ്ട്. അതുപോലെ ഹാർമോണിയസ് ഗ്രോത്ത് ഓഫ് ദ ഇൻഡിവിജ്വൽ. ബോഡി, മൈൻഡ്, സ്പിരിറ്റ് എന്നിവ ഡെവലപ്പ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഓരോ മനുഷ്യൻ്റെയും ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ഗ്രോത്ത് ഹാർമോണിയസ് ആയിട്ട് നടക്കണം, ഹാപ്പിലി ഗ്രോ ചെയ്യണം. അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷനെ കുറിച്ച് അദ്ദേഹം വിശ്വസിച്ചിരുന്നത് അതിൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത് സെൽഫ് നോളജ് ആണ്. അതായത് റിയലൈസ്ഡ് ഹയസ്റ്റ് പൊട്ടൻഷ്യൽ ത്രൂ സെൽഫ് നോളജ്. സ്വയം അറിയുക, എന്നിട്ട് അങ്ങനെ ഹയസ്റ്റ് പൊട്ടൻഷ്യൽ നേടുക, ഏറ്റവും വലിയ വലിയ കഴിവുകൾ നേടിയെടുക്കുക എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ്റെ പേർപ്പസ്. യഥാർത്ഥ എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ അണ്ടർസ്റ്റാൻഡിങ് ദ ഇന്നർ സെൽഫ്. ഒരാൾ സ്വയം അവൻ്റെ ആത്മാവിനെ മനസ്സിലാക്കുക, ഇന്നർ സെൽഫിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ദാറ്റ് ഇസ് കോൾഡ് ട്രൂ എഡ്യൂക്കേഷൻ. അതുപോലെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ട്രാൻസ്ഫോർമേറ്റീവ് പ്രോസസ് ദാറ്റ് അൺകവേഴ്സ് ഡിവൈൻ ക്വാളിറ്റീസ്. ദൈവികപരമായ ഗുണങ്ങൾ മനുഷ്യരിലുമുണ്ട്, പ്രകൃതിയിലുമുണ്ട്. അപ്പോൾ അതിനെ അൺകവർ ചെയ്യുക എന്ന് വെച്ചാൽ അതിനെ കണ്ടെത്തുക. അതിനെ കണ്ടെത്തുന്ന ഒരു മാറ്റത്തിൻ്റെ ഒരു പ്രോസസ്സാണ്, ട്രാൻസ്ഫോർമേറ്റീവ് പ്രോസസ്സാണ്, ഒരു ചേഞ്ചിങ് പ്രോസസ്സാണ്, എ പ്രോസസ് ഓഫ് ചേഞ്ച്. അതാണ് എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എഡ്യൂക്കേഷൻ ആൻഡ് സെൽഫ് റിയലൈസേഷൻ എന്താണ്? ഇപ്പോൾ സെൽഫ് റിയലൈസേഷൻ എന്ന് പറയുന്നത് തന്നെ ക്യാരക്ടർ ഡെവലപ്മെൻ്റ് ആണ്. ഒരാളുടെ സ്വഭാവ രൂപീകരണവും സ്വഭാവ വികാസവുമാണ്. അതുപോലെ മോറൽ വാല്യൂസ് ഉണ്ടാവണം, സെൽഫ് അവെയർനെസ് ഉണ്ടാകണം, സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാകണം, റെസീലിയൻസ് ഉണ്ടാകണം. റെസീലിയൻസ് എന്താ നിങ്ങൾക്കറിയാം? അതായത് ഒരു പരാജയമോ വീഴ്ചയോ തോൽവിയോ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വരാനുള്ള ശക്തി, അതിനാണ് റെസീലിയൻസ് എന്ന് പറയുന്നത്. ആൻഡ് കമ്പാഷൻ, മറ്റുള്ളവരോടുള്ള അനുകമ്പ എന്നിവ ഉണ്ടാകണം. അപ്പം എഡ്യൂക്കേഷൻ നമുക്ക് സെൽഫ് റിയലൈസേഷൻ കൊണ്ടെത്തിക്കുന്നു. അതുപോലെ പോസിറ്റീവായിട്ട് സമൂഹത്തിന് വേണ്ടി സംഭാവനകൾ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതും എഡ്യൂക്കേഷൻ്റെ ഒരു ലക്ഷ്യമാണ്. മോഡേൺ ടൈംസിൽ അദ്ദേഹത്തിൻ്റെ ഐഡിയാസ് കമ്പയർ ചെയ്യുമ്പോൾ ഹോളിസ്റ്റിക് അസസ്മെൻറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സ്പിരിച്വൽ അസസ്മെൻറ്റ് നടത്താൻ പറ്റും എന്നുള്ളതാണ് ഒരു മോഡേൺ ആപ്ലിക്കേഷൻ. അതുപോലെ സെൽഫ് റിഫ്ലക്ഷനെ എൻകറേജ് ചെയ്യുന്നുണ്ട്. ഒരാൾ സ്വയം മനസ്സിലാക്കുക, എന്നിട്ട് സെൽഫ് റിഫ്ലക്ഷൻ ആണ്, മനസ്സിലായില്ല, സ്വയം നോക്കുക എന്നുള്ളതാണ്. അതുപോലെ വാല്യൂ ബേസ്ഡ് ലേണിംഗ്, മോറൽ എഡ്യൂക്കേഷൻ വരുന്നതുകൊണ്ട് വാല്യൂ ബേസ്ഡ് ലേണിംഗ് പോസിബിൾ ആകുന്നു. അതുപോലെ ക്യാരക്ടർ ബിൽഡിംഗ് ആക്ടിവിറ്റീസ് എഡ്യൂക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അതുപോലെ കമ്മ്യൂണിറ്റി സർവീസ്, പുറത്തു നിന്നുള്ള ലീഡേഴ്സിനെ അല്ലെങ്കിൽ പല മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് എഡ്യൂക്കേഷനിലേക്ക് കൊണ്ടുവന്ന് കുട്ടികളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, ഇതെല്ലാം സ്വാമി വിവേകാനന്ദൻ്റെ എഡ്യൂക്കേഷൻ ഫിലോസഫിയിൽ ഉൾപ്പെടുന്നതാണ്.